മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ പത്തിക്കടിക്കുകയാണ് ജി സുധാകരൻ. പോലീസിനെതിരെ പരസ്യ വിമർശനവുമായാണ് മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നത്. തനിക്കെതിരെയുണ്ടായ സൈബർ ആക്രമണത്തിൽ പോലീസ് നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്ന് ജി സുധാകരൻ ആരോപിച്ചു. ഫേസ്ബുക്കിലൂടെയുള്ള അധിക്ഷേപത്തിന് പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ 2 പരാതികൾ നൽകിയിരുന്നു. ഇതിൽ നടപടിയൊന്നും ആയില്ലെന്നാണ് സുധാകരന്റെ ആരോപണം. പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ 1 മാസത്തിനിടെ ഞാൻ 2 പെറ്റീഷൻ കൊടുത്തു. കാരണം 2 തോന്നിയവാസം ഫേസ്ബുക്കിൽ. അതിനെതിരെയാണ് പരാതി നൽകിയത്. എന്ത് ചെയ്തെന്ന് പോലും എന്നെ അറിയിച്ചിട്ടില്ല. ഗുരുതരമായുള്ള തെറ്റാണ്. ഫേസ്ബുക്ക് നിയമങ്ങൾക്ക് എല്ലാം എതിരാണ്. വന്ന് മാപ്പ് പറഞ്ഞുവെന്ന് പോലീസ് ഓഫീസർമാർ പറയുന്നു. നിങ്ങളിതിന്റെ കോപ്പി താ എന്ന് പറഞ്ഞപ്പോൾ കോപ്പി തരില്ല. 4 തവണ MLA ആയ തന്റെ അനുഭവം ഇതാണ്. മന്ത്രിയായത് പോട്ടെ എന്ന് ജി സുധാകരൻ പറയുകയാണ്. അടുത്തിടെ KPCC സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജി സുധാകരന് നേരെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസിനെതിരെ പരസ്യ വിമർശനവുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനു നേരെ സൈബർ ആക്രമണം ഉണ്ടായാൽ, പ്രമുഖ CPM നേതാക്കന്മാർക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായാൽ ഉടൻ തന്നെ അതിശക്തമായ നടപടി. സാധാരണക്കാരനും എന്തിന് പ്രമുഖ CPM നേതാവ് ജി സുധാകരന് പോലും ഈ നാട്ടിൽ നീതിയില്ലേ എന്നാണ് ആഭ്യന്തര വകുപ്പിനോട് സുധാകരൻ തന്നെ ചോദിക്കുന്നത്. മുഖ്യമന്ത്രി വിളിച്ച അത്താഴ വിരുന്നിൽ നിന്ന് വിട്ടുനിന്ന ഗവർണർമാർ. കേരള, ഗോവ, ബംഗാൾ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരാണ് ഡിന്നർ വിരുന്നിൽ പങ്കെടുക്കാൻ വിസമ്മതം അറിയിച്ചത്. ക്ലിഫ് ഹൗസിലാണ് അത്താഴ വിരുന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പങ്കെടുക്കുന്നതിൽ വിസമ്മതം അറിയിച്ച് കേരള ഗവർണർ ആർലേക്കർ ആദ്യം തന്നെ രംഗത്തെത്തി. എത്താൻ കഴിയില്ലെന്ന് ഒരാഴ്ച മുൻപേ അറിയിച്ചു. വിരുന്നിൽ പങ്കെടുക്കുന്നത് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഗവർണറുടെ പ്രതികരണം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് എന്നിവരെയാണ് മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലെ അത്താഴ വിരുന്നിന് ക്ഷണിച്ചത്. മുഖ്യമന്ത്രി കുടുംബവും നേരിട്ട് രാജ്ഭവനിലെത്തി കേരള ഗവർണറെ ക്ഷണിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. വിരുന്നിൽ പങ്കെടുക്കാൻ വരുന്നില്ലെന്ന് 3 ഗവർണർമാരും മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ SFIO അന്വേഷണവും അതിന് പിന്നാലെ വന്ന വെളിപ്പെടുത്തലുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വിവാദങ്ങളും കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് പിണറായി വിജയന്റെ നയതന്ത്ര അത്താഴ വിരുന്ന് പരിപാടിയിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഗവർണർമാരുടെ തീരുമാനം. ഡൽഹിയിൽ മന്ത്രിമാർക്കും MPമാർക്കും ഗവർണർ വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു. ഇതിനുശേഷം മുഖ്യമന്ത്രി എടുത്ത നയതന്ത്ര തീരുമാനമായിരുന്നു ക്ലിഫ് ഹൗസിലെ അത്താഴ വിരുന്ന്. സാമ്പത്തിക പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ ലൈഫ് മിഷന് നൽകിയ പണവും സർക്കാർ തിരിച്ചെടുത്തു. ലോകബാങ്ക് ഫണ്ട് വകമാറ്റിയതിന് പിന്നാലെയാണ് 137 കോടി ലൈഫ് മിഷനിൽ നിന്നും തിരികെ വാങ്ങിയത്. 140 കോടി രൂപയുടെ ലോകബാങ്ക് സഹായം സംസ്ഥാന സർക്കാർ വകമാറ്റിയിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് ട്രഷറിയിലെത്തിയ പണം വകമാറ്റിയത്. കാർഷിക മേഖലയുടെ നവീകരണത്തിനായി നടപ്പാക്കുന്ന കേര പദ്ധതിക്ക് അനുവദിച്ച പണമാണ് മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചത്. ഫണ്ട് ദുരുപയോഗം സംബന്ധിച്ച് അന്വേഷിക്കാൻ ലോകബാങ്ക് സംഘം മെയ് 5-ന് കേരളത്തിലേക്ക് വരുന്നുമുണ്ട്. ട്രഷറിയിലെത്തിയ പണം ഒരാഴ്ചയ്ക്കുള്ളിൽ പദ്ധതിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാണ് കരാർ വ്യവസ്ഥ. 5 ആഴ്ചയായിട്ട് തുക പദ്ധതിയിലേക്ക് മാറ്റാൻ സംസ്ഥാനം തയ്യാറായില്ല. കരാർ ലംഘനം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ലോകബാങ്ക് സംഘം ഇങ്ങോട്ടേക്ക് വരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസമായ മാർച്ചിൽ പല വകുപ്പുകളിൽ നിന്നും പണം വകമാറ്റിയാണ് ധനവകുപ്പ് ട്രഷറിയിൽ എത്തിച്ചിരുന്നത്. ലോകബാങ്ക് നൽകിയ 140 കോടിയും ഇതിൽപ്പെടും. കരാർ ലംഘനം അതീവ ഗൗരവത്തോടെയാണ് ലോകബാങ്ക് കാണുന്നത്. ഇത് ഭാവിയിൽ ലോകബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന എല്ലാത്തിനെയും ബാധിക്കും. ഒപ്പം കേരളത്തിന് നൽകുന്ന റേറ്റിംഗിനെയും. ഇത്രയൊക്കെ കേരളത്തിൽ കുട്ടിച്ചോറാക്കി വച്ചിരിക്കുകയാണ്. എന്നിട്ടും മുഖ്യമന്ത്രിയുടെ വേണ്ടപ്പെട്ടവർ പറയുകയാണ് മുഖ്യമന്ത്രി സഹജീവികൾക്ക് വേണ്ടി കത്തിയെരിയുന്ന സൂര്യനാണെന്ന്. മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയ KK രാഗേഷിന്റെ പോസ്റ്റിന് പിന്നാലെ വിമർശന പരിഹാസ പെരുമഴ. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന KK രാഗേഷ്, ത്യാഗപൂർണമായ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെതെന്നും സഹജീവികൾക്ക് വേണ്ടി കത്തിയെരിയുന്ന സൂര്യനാണ് പിണറായി വിജയനെന്നും KK രാഗേഷ് പറഞ്ഞു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് KK രാഗേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത്. ദുരന്തങ്ങൾ ഉണ്ടായ ശേഷം അതിജീവനത്തിലേക്ക് ജനങ്ങളെ എത്തിച്ച ശേഷം മാത്രമേ വിശ്രമിക്കാവൂ എന്ന് തീരുമാനിച്ച ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്ന് രാഗേഷ് പറയുമ്പോൾ ഇതിനേക്കാൾ വലിയ ദുരന്തം കേരളത്തിന് വരാനില്ല എന്നാണ് പൊതുജനം സോഷ്യൽ മീഡിയയിലൂടെ വിലപിക്കുന്നത്. ഒരു പ്രൊഫഷണൽ എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് മുഖ്യമന്ത്രിയെന്നും രാഗേഷ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞെങ്കിലും എടുത്തിട്ടലക്കുകയാണ് സോഷ്യൽ മീഡിയ കടന്നൽ കൂട്ടം. കുത്തോട് കുത്തു തന്നെ.